ഹലോ ഗൈസ്, അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമുക്കും വെക്കേണ്ട ഒരു ബിരിയാണി. ഈ ഒരു ബിരിയാണി ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എന്നാൽ പിന്നെ പെരുന്നാളായിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി കളയാമെന്നൊരു പൂതി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ചിക്കൻ സ്റ്റോളിൽ പോകുന്നത് ചിക്കൻ മേടിക്കാനായിട്ട്. എപ്പോഴും ഞാനും അനിയത്തിയോ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ അതിങ്ങനെ കോഴിയൊക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ എന്തോ ഒരുമാതിരി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ടോക്കൺ തന്നിട്ട് എനിക്ക് അവിടെ നിന്ന് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. പച്ചക്കറികൾ മീൻസ് നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സലാഡ്, വെള്ളരി, ടൊമാറ്റോ, ക്യാരറ്റ്, മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ പപ്പടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണിയുടെ കൂടെ പപ്പടം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പപ്പടം കൂടെ മേടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിരുന്നു. ഞാൻ ടോക്കണൊക്കെ കൊണ്ടുകൊടുത്ത് നമ്മുടെ ചിക്കൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീടെത്തി. അമ്മ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ കാത്തു നിൽക്കുന്നതെന്നല്ല, അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മുടെ മമ്മിജിയാണ് ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അമ്മയ്ക്ക് തലവേദനയാണ്, അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ദെൻ നമുക്കിനി കാര്യപരിപാടികളിലോട്ട് കടക്കാം. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈം ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. അല്ല, അമ്മയാണ്. പക്ഷേ ആ ബിരിയാണി നല്ല അസലായിട്ട് പാളിപ്പോയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീട്ടിൽ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ് ഞാനായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് കൈമാറി ദേവുവാണ്, അനിയത്തിയാണ് ഉണ്ടാക്കാറ്. അതിനുശേഷം ഒരുപാട് നാളിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കയറിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയും ചിക്കനും, ചിക്കൻ കറി വെച്ചിട്ട് അതിൽ കൂടെ റൈസ് ഉണ്ടാക്കി അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചിക്കൻ മസാല വെച്ചിട്ട് ചിലപ്പോൾ ഒരുമിച്ചിട്ടിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടാക്കി ദം ചെയ്തിട്ടാണെങ്കിലും എടുക്കും. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളിന് ശേഷം ആയതുകൊണ്ട് എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഗൈസ്. അയ്യോ, ഇത് അതിന് മുമ്പ് ഇടേണ്ടതാണോ, ഇതിന് ശേഷം ഇടേണ്ടതാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ദേ ഒരു സൈഡിൽ ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്ക് ചിക്കൻ മസാല ഉണ്ടാക്കിയപ്പോൾ അമ്മ അതേ അപ്പർ സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ കുഴച്ചിട്ടൊരു പിടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് വെന്ത് പോയി, പക്ഷേ ചില സമയത്ത് എനിക്ക് ആ വെന്ത റൈസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ വെന്ത് പോയതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാം, ഓക്കെ, അങ്ങനെ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. അല്ലാണ്ട് ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.